നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുദ്ധഭീതിയിൽ നിന്നും ഇന്ത്യക്കാരെ കരക്കെത്തിക്കാൻ എയർ ഇന്ത്യ കുതിക്കുന്നു. നമ്മുടെ പ്രവാസികളെ ഏതു വിധത്തിലും ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭീതിയുടെ മുൾമുനയിലായ യുക്രൈനിൽ നിന്നുള്ള 470 സ്വദേശികൾ ഇന്ന് ഇന്ത്യയിൽ എത്തുകയാണ്. ഇന്ന് ഉച്ചയോടെ തന്നെ 17 മലയാളികൾ ഉൾപ്പെടെയുള്ള 470 പേരാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. റൊമാനിയൻ അതിർത്തികളിലൂടെയാണ് ഇവർ ഇന്ത്യയിലെത്തുക. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇതിനായി സജ്ജമാക്കിയിരിക്കുകയാണ്. 2 എയർ ഇന്ത്യ വിമാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാർ ഡൽഹിയിൽ എത്തും. എന്നാൽ മറ്റൊരു വിമാനം മുംബൈയിലേക്കാണ് പോകുന്നതെന്നും അറിയിപ്പുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മുംബൈയിലെത്തുന്ന വിമാനത്തിൽ ഉള്ളതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. എന്നാൽ ഹംഗറിയിൽ നിന്നുള്ള വിമാനം ഇന്ന് വൈകിട്ട് ഇന്ത്യയിലെത്തുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. അതേസമയം യുക്രൈനിൽ നിന്നും ആദ്യം എത്തുന്ന വിമാനത്തിൽ 17 ഇന്ത്യൻ മലയാളികൾ ഉണ്ടാകുന്നതായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാട്ടിലേക്ക് എത്തിക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. അതേസമയം യുക്രൈനിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ അയൽ രാജ്യങ്ങൾ വഴിയാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത്. ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വി മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചു. ഇതുകൂടാതെ പ്രധാനമായും 4 അയൽ രാജ്യങ്ങൾ വഴിയാണ് ഒഴിപ്പിക്കൽ ആരംഭിച്ചത്. പോളണ്ട്, ഹംഗറി, സ്ലോവാക്യ, റൊമേനിയ എന്നിവിടങ്ങളിൽ കുടുങ്ങിയവരെയാണ് ഒഴിപ്പിക്കുക. യുക്രൈൻ അതിർത്തിയിലെത്തിയവരുടെ വിസ നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി. വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാരെ ഉടൻ ഒഴിപ്പിക്കുന്നതായിരിക്കും. പ്രധാനമായും 4 അയൽ രാജ്യങ്ങൾ വഴി ഇവിടെ നിന്നുള്ള ഇന്ത്യക്കാരായ ആളുകളെ നാളെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും എത്തിക്കുകയും ചെയ്യും. ഇതിനുവേണ്ടിയുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കും. അതോടൊപ്പം തന്നെ റൊമാനിയ, ഹംഗറി എന്നീ എംബസിയിലെ ഉദ്യോഗസ്ഥർ യുക്രൈൻ അതിർത്തികളിൽ എത്തിക്കഴിഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ വ്യക്തികളുടെ വിവരങ്ങളും വിസ നടപടികളും പൂർത്തിയാക്കാനുള്ള ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതേ തുടർന്ന് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിക്കാനാണ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. ഇതിനായി 4 അയൽ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ തിരിച്ച് എത്തിക്കുന്നതിനുള്ള വിമാന യാത്രാ സൗകര്യം കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് പ്രാവർത്തികമാക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നതിനുള്ള യാത്രാ ചെലവ് വാങ്ങേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച തീരുമാനം പ്രധാനമന്ത്രി ഇന്നലെ സ്വീകരിച്ചിരുന്നതായും മുരളീധരൻ അറിയിച്ചു. യുക്രൈനിൽ നിന്ന് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും തിരികെ ഇന്ത്യയിലെത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.